മാള യഹൂദപ്പള്ളി കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. ഇന്നലെ രാത്രിയോടെയാണ് തകർച്ച പൂർണ്ണമായത്. കെട്ടിടത്തിന്റെ മേൽക്കൂര അപകടാവസ്ഥയിലാണെന്ന് ആദ്യമായി പുറം ലോകത്തെ അറിയിച്ചത് മീഡിയ ടൈം വാർത്തയാണ്. മാള യഹൂദപ്പള്ളി കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. ഇന്നലെ രാത്രിയോടെയാണ് തകർച്ച പൂർണ്ണമായത്. യഹൂദപ്പള്ളി കെട്ടിടത്തിന്റെ മേൽക്കൂര അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതായി ആദ്യം റിപ്പോർട്ട് ചെയ്തത് മീഡിയ ടൈമാണ്. ഏതാനും വർഷം മുമ്പ് 1 കോടി രൂപയോളം ചെലവഴിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയ സിനഗോഗ് കെട്ടിടമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ തകർന്നു വീണത്. കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീഴുമെന്ന നിലയിൽ ഇരുവശവും വളഞ്ഞ് സ്ഥിതി ചെയ്യുന്നതായി മീഡിയ ടൈം വാർത്ത നൽകിയിരുന്നു. അരനൂറ്റാണ്ടിലധികമായി മേൽക്കൂര കേടുകൂടാതെ സ്ഥിതി ചെയ്തിരുന്നതാണ്. മേൽക്കൂര അറ്റകുറ്റപ്പണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ നാശം സംഭവിച്ചിരിക്കുന്നത്. മുസിരിസ് പദ്ധതിയിലൂടെ കോടി രൂപ ചെലവഴിച്ച് നടത്തിയ അറ്റകുറ്റപ്പണികളിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ഇതോടെ വ്യക്തമായി. അടിയന്തരമായി ഈ കെട്ടിട അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും ഇവിടെ മുമ്പ് നടത്തിയതിലുള്ള അപാകത അന്വേഷിക്കണമെന്നും ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരുടെയും കരാറുകാരന്റെ പേരിലും നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള മുറവിളി ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. പൈതൃക സംരക്ഷണം കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമായിട്ടാണ് ഒരു വിഭാഗം ആളുകളുടെ പ്രയാണമെന്നും വിമർശനമുയർന്നിട്ടുണ്ട്. മീഡിയ ടൈം, മാള.